ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിസി ബെല്ലെ ബാത്താണ്. ഓക്കെ, അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിസി ബെല്ലെ ബാത്ത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, തക്കാളി, സവോള ചെറുതാക്കി മുറിച്ചത്, പട്ടാണി, ഇതൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇനിയും ഇടാം. ഞാനിവിടെ കോലം റൈസാണ് യൂസ് ചെയ്യണത്. ഏത് ചെറിയ അരി ആയാലും ശരി, മട്ട ഒഴിച്ച് ഏത് അരിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഏകദേശം നല്ലോണം, അതായത് മുഴുവനായിട്ട് നിറച്ചിട്ടില്ല എന്നാൽ അര കപ്പിന് ഗ്ലാസ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ മസൂർ ദാളാണ് എടുക്കാറുള്ളത്. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, നിങ്ങൾക്ക് തോരപ്പരിപ്പ് എടുക്കാം. ഇനി നമ്മൾ കുക്കറിൽ ആദ്യം തന്നെ സവാള ഇടുക, എല്ലാ പച്ചക്കറി ഇടുക. എന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരിയും ആ പരിപ്പും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളതിനെയും കൂടിയിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ലേശം എന്താണ് പറയുക, അതിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ടിട്ട് വേറെ ഒന്നും തന്നെ അതിലേക്ക് ഇടണ്ട, മസാലകളൊന്നും തന്നെ ഇടാതെയാണ് നമ്മൾ വേവിക്കാൻ പോകണം. ഇപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഞാൻ പറയണു, ഇത് ബേസിക് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വെജിറ്റബിൾസ് വേണമെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇനിയാണ് വെള്ളത്തിൻ്റെ കണക്ക് വരുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. നമുക്ക് പച്ചക്കറിയും വേവണം, നമ്മുടെ പരിപ്പും വേവണം. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഞാൻ ഒരു 4.5 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ഒരു 6 വിസിൽ കൊടുക്കുക. ഓക്കെ, 6 വിസിൽ നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 6 വിസിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോറ് അധികം കുഴഞ്ഞിട്ടും ഉണ്ടാവില്ല, എന്നാൽ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് വെന്തിട്ട് കിട്ടും. ഇനി നമ്മളൊരു പാത്രം എടുക്കുന്നു, അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുന്നു. 1 സ്പൂണ് 1.5 സ്പൂണോളം നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാം. അല്ല, നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഒഴിക്കാം. ഞാൻ വലിയ സ്പൂണിന് 1.5 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ തൊലി കളഞ്ഞിട്ടുള്ള പച്ച നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനും കടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട വയ്ക്കാം. അതേമാതിരി തന്നെ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വറ്റൽ മുളകാണ്. ഓക്കെ, ആ കടുകും വറ്റൽ മുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബിസി ബെല്ലെ ബാത്തിൻ്റെ പൗഡറാണ്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ബിസി ബെല്ലെ ബാത്തിൻ്റെ പൗഡർ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഞാൻ ബിസി ബെല്ലെ ബാത്തിൻ്റെ പൗഡർ വാങ്ങിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ പൊടി, അതായത് 1 സ്പൂണ് ബിസി ബെല്ലെ ബാത്താണെങ്കിൽ 1/2 സ്പൂണ് എൻ്റെ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ പച്ചമണം പോകുന്നവരേക്കും ഒന്ന് ആക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ആവണ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ചോറും പരിപ്പും വെജിറ്റബിൾസും ഒക്കെ കൂടി ഇട്ടിട്ടില്ലേ, അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ആ മസാല അതിൽ കിടന്ന് ഇനിയും തിളയ്ക്കണം. ഓക്കെ, അതല്ലാണ്ട് ചടചടയെന്നൊന്നും ബിസി ബെല്ലെ ബാത്ത് ആവുന്നത് ആ ഒരു ടേസ്റ്റ് തരില്ല. ഇതിൽ കിടന്ന് ഇനി നന്നായിട്ട് അതായത് ഇങ്ങനെ കഴിക്കാൻ പറ്റണം. നമ്മുടെ സാമ്പാർ സാദം പോലെ ഒരു കന്നഡ സാമ്പാർ സാദമാണിത്. ഇനി നന്നായിട്ട് അതൊന്ന് ആയി എന്ന് കാണുന്ന സമയത്ത് ഞാൻ വലിയ സ്പൂണിന് 2 സ്പൂണോളം പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു 1/2 കപ്പോളം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പുളി അതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് നമ്മുടെ ബിസി ബെല്ലെ ബാത്ത് നന്നായിട്ട് ആവണ സമയത്ത് കുറച്ച് ഇത്തിരി നല്ലോണം തന്നെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ശർക്കര പൊടിച്ചതാണ്. ഇതിന് എരിവും മധുരവും കൂടി കലർന്നിട്ടുള്ളതാണ് ബിസി ബെല്ലെ ബാത്തിൻ്റെ ആ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി കലർന്ന് നന്നായിട്ട് വെക്കുക. ആൻഡ് ഓഫ് ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ റായ്ത്തയാണ് ഉണ്ടാക്കുന്നത്, അതായത് ബൂന്തി റായ്ത്തയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസി ബെല്ലെ ബാത്താണ് നിങ്ങൾക്ക് റെഡി ആയിരിക്കുക. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. മുകളിൽ ബൂന്തി ഇട്ടിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. Vinny's Kitchen.